ശരി. ഇനി കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് വിവരങ്ങൾ നൽകാനായി മുഹമ്മദ് അസ്ലമാണ് ചേരുന്നത്. അസ്ലം, ആകെ കോർപ്പറേഷനിൽ LDFനൊപ്പം നിന്നിട്ടുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമാണ്. അവിടെ എസ് ജയശ്രീക്ക് തന്നെയാണോ മേയർ സ്ഥാനത്ത് മുൻതൂക്കം? കോഴിക്കോട് ബാക്കി ജില്ലാ പഞ്ചായത്തിനോടൊപ്പം തന്നെ പഞ്ചായത്തുകളൊക്കെ തന്നെ നഷ്ടപ്പെട്ടെങ്കിലും കോഴിക്കോട് LDFന് അഭിമാനിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ ഭരണം നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഒരു വേറെ ബാക്കി എല്ലാ കോർപ്പറേഷനുകളും നഷ്ടപ്പെട്ടെങ്കിൽ പോലും കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ കഴിഞ്ഞത് അവർ വലിയ ആശ്വാസം കാണുന്നു. അതേസമയം തന്നെ അവർ ആ സ്ഥാനത്തേക്ക് അതായത് മേയർ വീണ്ടും ഭരണം ലഭിക്കുമ്പോൾ മേയറാകാൻ വേണ്ടി കണ്ടുവച്ചിരുന്ന ആർത്തിൽ മത്സരിച്ച നിലവിലെ ഡെപ്യൂട്ടി മേയർ മുസ്താഫർ അഹമ്മദ് തോൽവി അവർക്ക് അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പുതിയ മേയർ ആരായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ CPM-ൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ ഈ ഒരു വലിയൊരു തോൽവിയുടെ പശ്ചാത്തലത്തായപ്പോൾ ഇന്ന് ജില്ലാ സെക്രട്ടറി ചേർന്നെങ്കിലും അത്തരം മേയർ ചർച്ചകളിലേക്ക് പോയില്ല. കാരണം തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ചുള്ള ആദ്യഘട്ട ചർച്ചകളിലേക്കാണ് പോയത്. വരുന്ന ദിവസങ്ങളിൽ മാത്രമേ മേയറിന്റെ കാര്യത്തിൽ തീരുമാനമാകൂ എന്നാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. കാരണം കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം ഒരു ധാരണയിലെത്താമെന്നൊരു ആലോചനയാണ് പൊതുവെ വന്നത്. എന്തായാലും പോലും CPM-ന്റെ നേതാക്കൾക്കിടയിൽ ചർച്ചകൾ അനൌദ്യോഗികമായ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും കഴിഞ്ഞ തവണ വനിതാ സംവരണമായിരുന്നു, ഇത്തവണ ജനറലാണ്. അതുകൊണ്ട് തന്നെ ഒരു പുരുഷ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ കൗൺസിലർക്ക് നൽകുന്നതിന് പ്രശ്നമില്ല. ആർത്തിൽ സദാശിവം എന്ന് പറയുന്ന തടമ്പാട്ട് താഴത്ത് ജയിച്ച ഒരാളുടെ പേര് സജീവമായി ചർച്ചയുണ്ട്. അല്ലെങ്കിൽ ചില യുവ നേതാക്കളുടെ പേര് കൂടി ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അതേസമയം നിലവിലെ ആരോഗ്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ജയശ്രീ അവർ രണ്ടാം തവണയാണ് കൗൺസിലറായി വരുന്നത്. കഴിഞ്ഞ തവണ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നതിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. ഭൂരിപക്ഷമില്ലാത്ത അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു ഭരണം എന്ന നിലയിൽ കൊണ്ടുപോകുന്നതിനുള്ള പരിചയം കൂടി പരിഗണിച്ചുകൊണ്ട് ജയശ്രീക്ക് അവസരം നൽകണം എന്നൊരു അഭിപ്രായം പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം ജനറലാണ് മേയർ ആയതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി മേയർ വനിത എന്തായാലും നൽകണം. അതുകൊണ്ട് തന്നെ 2 വനിതകൾക്ക് നൽകേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും ജയശ്രീക്കുള്ള മുൻതൂക്കം നിലവിലുണ്ട്. പക്ഷേ ഔദ്യോഗിക ചർച്ചകളിലേക്ക് അവർ കടന്നിട്ടില്ല. മറ്റു ചില രാജീവ് ഉൾപ്പെടെയുള്ള മറ്റു ചില ആൾക്കാരുടെ പേരുകൾ കൂടി ചർച്ചയ്ക്ക് വരുന്നുണ്ട്. എന്തായാലും 2 ദിവസത്തിനകം ഒരുപക്ഷെ CPM-ന്റെ നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. നിലവിൽ തന്നെ ഡെപ്യൂട്ടി മേയർ ഇങ്ങനെ ആയാൽ പോലും ഡെപ്യൂട്ടി മേയറും CPM തന്നെയാണ് സാധാരണഗതിയിൽ കോഴിക്കോട് ആ പൊസിഷൻ കൂടി എടുക്കുന്നത്. അത് തന്നെയായിരിക്കും. അതേസമയം ഭരണം എന്ന് പറയുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. കാരണം 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉള്ളതിൽ 3 UDFന് വരാനുള്ള സാധ്യതയുണ്ട് നിലവിലെ കൗൺസിലർമാരുടെ എണ്ണം വെച്ചുകൊണ്ട്. അങ്ങനെ വരുമ്പോൾ മറ്റ് ഘടകകക്ഷികൾക്ക് പറ്റുമൊക്കെ സ്ഥാനം കൊടുക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ മുന്നിലുണ്ട്. എന്തായാലും അത്തരം വിശദമായ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. ഈ ഒരു തോൽവിയുടെ ആഘാതത്തിൽ നിന്നുള്ള ആദ്യഘട്ട ചർച്ചകൾ, തോൽവി എങ്ങനെ ഉണ്ടായതിനെ കുറിച്ചുള്ള പ്രാഥമികമായ വിലയിരുത്തലുകളാണ് ഇപ്പോൾ CPM നടത്തുന്നത്. എന്തായാലും ഡോക്ടർ ജയശ്രീയുടെ പേര് ഏറ്റവും പ്രഥമ പരിഗണനയായി തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ തടമ്പാട്ട് താഴ്ന്നു ജയിച്ച സദാശിവത്തിന്റെ പേരുമുണ്ട്. ഈ ഡെപ്യൂട്ടി മേയർ ആരാകും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും വളരെ പെട്ടെന്നല്ല, പകരം കൗൺസിലർമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു വരുന്ന മുറയ്ക്ക് തീരുമാനത്തിലെത്തിയാൽ മതി എന്നൊരു ഘട്ടത്തിലാണ് ശരിക്കും കോഴിക്കോട്ടെ CPM നേതാക്കളുള്ളത്.